അൻവർ എന്ന് പറഞ്ഞിരുന്നത് KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു അൻവർ അങ്ങനെ രാവിലെ പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് KC വേണുഗോപാൽ PV അൻവറിനെ കാണില്ല എന്നാണ്. KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. തൽക്കാലം ചർച്ച വേണ്ട എന്ന നിലപാടിലാണ് KC വേണുഗോപാൽ ഉള്ളത്. പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ച ശേഷം അൻവറുമായി ചർച്ച വേണ്ട എന്നതാണ് KC വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. 24-ന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വരുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക്, രാവിലെ PV അൻവർ പറഞ്ഞിരുന്നത് ഇനി ഏക പ്രതീക്ഷ KC വേണുഗോപാലിലാണ് എന്നതാണ്. KC വേണുഗോപാൽ ഒരുപക്ഷെ PV അൻവറിനെ കണ്ടേക്കും എന്ന ഒരു തോന്നലും ഉണ്ടായിരുന്നു രാവിലെ. പക്ഷേ കാണേണ്ടതില്ല എന്ന് KC തീരുമാനിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC അൻവറിനെ കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 1/4 മണിക്കൂറോളമായി KC കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ട്. അൻവറും കോഴിക്കോട് നഗരത്തിലുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ എന്നാൽ KC വേണുഗോപാൽ അൻവറിനെ കാണുന്നില്ല, PV അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാട് KC വേണുഗോപാൽ എടുത്തു എന്നുള്ളതാണ്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ നേതാവിനെ, വലിയ രീതിയിൽ കടന്നാക്രമിച്ച ഒരു നേതാവിനെ തൊട്ട് പിറ്റേ ദിവസം കാണുമ്പോൾ, ചർച്ച നടത്തുമ്പോൾ അത് പാർട്ടി അംഗങ്ങളിൽ, പാർട്ടി അനുഭാവികളിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ദുസ്സൂചന നൽകാൻ ഇടയാക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാൽ ഇത്തരമൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരേ സമയത്ത് VD സതീശനും സണ്ണി ജോസഫും ഒരേ നിലപാടെടുത്തു. ആ നിലപാടിനെ മറികടന്നുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ KC തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇന്ന് കാലത്തും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് PV അൻവർ പറഞ്ഞത് ഇനിയൊരു പ്രതീക്ഷ KC വേണുഗോപാലിനാണെന്നുള്ളതാണ്. പക്ഷേ ആ പ്രതീക്ഷ ഇനി വകയില്ല. കാരണം KC ഇന്ന് PV അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ KC അതേ സമയത്ത്, എനിക്ക് പുറകിലുള്ള ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലിജു എത്തിയിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ DCC പ്രസിഡന്റ് പ്രവീണുണ്ട്, പല പ്രവർത്തകരെയും അദ്ദേഹം കാണുന്നുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വെച്ച് കാണാനുള്ള മതിയായ സമയമുണ്ടായിരുന്നു. പക്ഷേ KC കാണേണ്ടതില്ല എന്ന നിലപാടെടുത്തു. ഗോപി, ദീപക്, ഈ KC വേണുഗോപാൽ നിലവിൽ ഇപ്പോൾ PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം UDF-ലേക്ക് ഇനി PV അൻവർ വേണ്ട എന്നാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ വായനയ്ക്ക് ഇട നൽകുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? അത്തരമൊരു രാഷ്ട്രീയ വായനയ്ക്ക് തന്നെയാണ്, അത്തരമൊരു നിഗമനത്തിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിലെത്താവുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച, അതായത് KC വേണുഗോപാൽ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച പ്രസ് റിലീസിലാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്നു. തൊട്ടു പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് തൊലിയുരിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ്, മാത്രവുമല്ല കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു കൃത്യമായ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരുപക്ഷെ നേരത്തെ LDF-നൊപ്പമുള്ള സമയത്ത് CPM-ൽ നടത്തിയ അതേ നീക്കമാണ് കോൺഗ്രസിൽ ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് KCക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ചില ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം കാണേണ്ടതില്ല. കാരണം ഇന്ന് PV അൻവറിനെ കാണാൻ മതിയായ സമയമുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി KCക്ക് തിരിച്ചടിയാകും. മാത്രവുമല്ല അത് നൽകുന്ന ദുസ്സൂചന അൻവർ വലിയ ആളും അതേ സമയത്ത് സതീശനെ തള്ളിപ്പറഞ്ഞു എന്നുള്ള നിലപാടിലേക്ക് വരും. അത്തരമൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂരിൽ തിരിച്ചടിയാവും. മാത്രവുമല്ല അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കില്ല എന്നുള്ള നിലപാടിലാണ്, എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അല്പം മുൻപ് KCയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇത് കൂടുതൽ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. പക്ഷേ എന്നാൽ KC വളരെ കൃത്യമായി ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് ഇതിൽ ഏറ്റവും ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ UDF ഒറ്റക്കെട്ടായിട്ടാണ് PV അൻവറിന്റെ കാര്യത്തിൽ, അതായത് UDF-ന്റെ തീരുമാനമാണ് താൻ പറഞ്ഞതെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ തന്നെയാണ് മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ, രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ്, UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ്, ഇവരൊക്കെ തന്നെ UDF-ന്റെ ഭാഗമാകേണ്ടയാളാണ് PV അൻവർ എന്ന് പരസ്യമായി പ്രതികരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ അൻവറിനെ മാറ്റി നിർത്തുക എന്നത് VD സതീശന്റെ ഒരു മാത്രം തീരുമാനമായി കാണണമോ? അതിനൊപ്പമാണ് KC വേണുഗോപാൽ എന്നാണോ ഈ കൂടിക്കാഴ്ച നിഷേധിക്കുന്നതിലൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശം? ഗോപി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് KC വേണുഗോപാൽ അൻവറിനെ കാണുന്നില്ല എന്നുള്ള
നിലപാടെടുക്കുന്നത് ഒരു കൂടിയാലോചനയുടെ തുടർച്ചയായാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെ ഇത്രയും കടന്നാക്രമിച്ചതിന് ശേഷം മാത്രവുമല്ല കെ സുധാകരൻ്റെ അടുത്ത നിലപാടും അടൂർ പ്രകാശിൻ്റെ നിലപാടും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ മുകളിലുള്ള ഒരു ഹൈക്കമാൻഡ് പ്രതിനിധി, ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി, ACC ജനറൽ സെക്രട്ടറി കാണുമ്പോൾ അൻവർ അതുക്കും മേലെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, അതായത് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മുകളിൽ പിടുത്തമുണ്ട് എന്ന സന്ദേശം നൽകും. അത് നിലമ്പൂരിൽ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിന് ഒട്ടും താല്പര്യമില്ല ഈ PV അൻവറുമായുള്ള ചങ്ങാത്തം. അത് UDFന് തിരിച്ചടിയാകുമെന്ന് പല വേദികളിൽ അദ്ദേഹം പാർട്ടിക്കകത്ത് അറിയിച്ചതാണ്. മറ്റൊന്ന് ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിന് ഒട്ടും താല്പര്യമില്ല, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനും താല്പര്യമില്ല. ഇങ്ങനെ താല്പര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി KC വേണുഗോപാൽ നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാണാത്തത്. മറ്റൊരു കാര്യം, മറ്റു പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് അൻവറിന് പ്രതീക്ഷ നൽകുക എന്ന ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് മാത്രമായാണ് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് KC വേണുഗോപാൽ PV അൻവറിനെ നിലവിലെ സാഹചര്യത്തിൽ കാണില്ല. പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിലെ അനൗചിത്യം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ആ തീരുമാനത്തിലേക്ക്, അതായത് ഒരു കൂടിക്കാഴ്ച വേണ്ട, അത് ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുമാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നൽകുന്ന റിപ്പോർട്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുമായി KC വേണുഗോപാൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നാണ് ദീപക് ധർമ്മടം ഈ പുതിയ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്.